പെട്ടെന്നായിരുന്നു ബംഗ്ലാദേശിൽ കാര്യങ്ങൾ മാറിമറിഞ്ഞത്. സംവരണത്തിൽ തുടങ്ങിയ വിദ്യാർത്ഥി പ്രക്ഷോഭം ചെന്നവസാനിച്ചത് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ രാജിയിലാണെന്ന് മാത്രമല്ല, അവർക്ക് ജീവനും കൊണ്ട് രാജ്യത്ത് നിന്നും രക്ഷപ്പെടേണ്ടതായും വന്നു. ബംഗ്ലാദേശിൽ നിന്ന് അവർ രക്ഷപ്പെട്ടെത്തിയത് ഇന്ത്യയിലേക്കാണ്. എന്നാൽ ബംഗ്ലാദേശിൽ പെട്ടെന്നുണ്ടായ കലാപത്തിനു പിന്നിൽ പാകിസ്ഥാനും ചൈനയ്ക്കും പങ്കുണ്ടെന്ന അഭ്യൂഹങ്ങൾ ശക്തമാണ്. ഇക്കാര്യം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ബംഗ്ലാദേശിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ പാർലമെന്റിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ ചോദിക്കുകയും ചെയ്തു. കലാപത്തിൽ വിദേശ ശക്തികൾക്ക്, പ്രത്യേകിച്ച് പാകിസ്ഥാന് വിഷയത്തിൽ പങ്കുണ്ടോ എന്നായിരുന്നു രാഹുലിന്റെ ചോദ്യം. ഇത് സംബന്ധിച്ച അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ രാഹുലിന് മറുപടി നൽകി. ബംഗ്ലാദേശിൽ കലാപം രൂക്ഷമാകുന്നത് പ്രതിഫലിക്കുന്ന തരത്തിൽ ഒരു പാകിസ്ഥാൻ നയതന്ത്ര ഉദ്യോഗസ്ഥൻ തുടരെ സമൂഹ മാധ്യമത്തിലെ മുഖചിത്രം മാറ്റിക്കൊണ്ടിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതായും ഇക്കാര്യം അന്വേഷിക്കുന്നതായും സർക്കാർ വൃത്തങ്ങൾ യോഗത്തെ അറിയിച്ചതായി റിപ്പോർട്ടുണ്ട്. പാക് ചാര സംഘടനയായ ISIക്കും ചൈനയ്ക്കും ബംഗ്ലാദേശ് കലാപത്തിൽ പങ്കുണ്ടോ എന്ന കാര്യം ഇന്ത്യൻ ഇന്റലിജൻസ് വൃത്തങ്ങളും സംശയിക്കുന്നതായി സൂചനയുണ്ട്. സംവരണ വിരുദ്ധ പ്രക്ഷോഭം സർക്കാർ വിരുദ്ധ പ്രക്ഷോഭമായി മാറിയത് വളരെ പെട്ടെന്നായിരുന്നു. ഇന്ത്യയോട് എന്നും അനുകൂല നിലപാട് സ്വീകരിക്കുന്ന ഷെയ്ഖ് ഹസീനയെ പുറത്താക്കി പകരം പാക് ചൈന ചായ്വ് പുലർത്തുന്ന ഭരണകൂടത്തെ കൊണ്ടുവരാനാണെന്നും വിലയിരുത്തലുകളുണ്ട്. കഴിഞ്ഞ ജൂലൈ മാസത്തിലായിരുന്നു ബംഗ്ലാദേശിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം തുടങ്ങിയത്. പ്രക്ഷോഭത്തിനു പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിന്റെ വിദ്യാർത്ഥി വിഭാഗമായ ഇസ്ലാമി ഛാത്ര ശിബിർ ആണെന്നാണ് റിപ്പോർട്ടുകൾ. ഇസ്ലാമി ഛാത്ര ശിബിറിന് പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ISIയുമായി വളരെ അടുത്ത ബന്ധമുണ്ടെന്നാണ് ബംഗ്ലാദേശ് അധികൃതരുടെ ആരോപണം. കഴിഞ്ഞ 2 വർഷങ്ങളിലായി ഈ വിഭാഗത്തിലുള്ളവർ ബംഗ്ലാദേശിലെ വിവിധ സർവകലാശാലകളിൽ പ്രവേശനം നേടിയിരുന്നതായും ഇവരാണ് മറ്റു വിദ്യാർത്ഥികളെ കൂടി പ്രകോപിപ്പിച്ച് ആക്രമണം രൂക്ഷമാക്കിയതെന്നും റിപ്പോർട്ടുകളുണ്ട്. സംഘടനയുടെ നിരവധി കേഡർമാർ പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്തിട്ടുള്ളതായും ബംഗ്ലാദേശ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയും അതിന്റെ വിദ്യാർത്ഥി വിഭാഗവും പ്രതിഷേധങ്ങളെ മുതലെടുക്കുകയും അക്രമത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്യുകയാണെന്ന് പ്രക്ഷോഭങ്ങൾ ശക്തമാകുന്നതിനിടയിൽ ഷെയ്ഖ് ഹസീനയും ആരോപിച്ചിരുന്നു. ഇതേ തുടർന്ന് കഴിഞ്ഞയാഴ്ച ഈ സംഘടനയെ സർക്കാർ നിരോധിക്കുകയും ചെയ്തിരുന്നു. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ അനന്തര തലമുറയ്ക്ക് സർക്കാർ ജോലികളിൽ 30% സംവരണം നൽകുന്നതിനെതിരെയായിരുന്നു പ്രക്ഷോഭം ആരംഭിച്ചത്. എന്നാൽ അത് പിന്നീട് വളരെ പെട്ടെന്ന് സർക്കാർ വിരുദ്ധ കലാപമായി മാറുകയായിരുന്നു. അതേസമയം ഷെയ്ഖ് ഹസീനയുടെ രാജിക്ക് പിന്നാലെ 500ഓളം തടവുകാർ ജയിൽ ചാടിയതായും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഷെർപൂർ ജയിലിൽ നിന്നാണ് തടവ് പുള്ളികൾ ജയിൽ ചാടിയത്. ഇതിൽ ആയുധധാരികളും ഉള്ളതായാണ് വിവരം. രക്ഷപ്പെട്ടവർക്ക് തീവ്രവാദ ബന്ധമുള്ളതായും സൂചനയുണ്ട്. ഇതേ തുടർന്ന് ഇന്ത്യ അതിർത്തികളിൽ സുരക്ഷ ശക്തമാക്കി. ഷെയ്ഖ് ഹസീന രാജിവെച്ചതോടെ അവരുടെ ഔദ്യോഗിക വസതി മുതൽ പാർലമെന്റ് വരെ കലാപകാരികൾ കയ്യേറിയിരുന്നു. വസതിയിലേക്ക് ഇരച്ചെത്തിയ സംഘം അവിടെ കണ്ടതെല്ലാം മോഷ്ടിച്ചതായാണ് റിപ്പോർട്ടുകൾ. ബംഗ്ലാദേശ് പാർലമെന്റിലേക്ക് അതിക്രമിച്ചു കയറിയെത്തിയവർ അവിടെ ഇരുന്ന് പുകവലിക്കുന്നതിന്റെയും സെൽഫി എടുക്കുന്നതിന്റെയും വീഡിയോ ദൃശ്യങ്ങളും സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളായി നടന്ന പ്രക്ഷോഭത്തിൽ 300-ലധികം ആളുകൾക്കാണ് ജീവൻ നഷ്ടമായത്. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്.